Thank you, Jesus. Hallelujah. ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞാട്ടെ, കർത്താവെ, ഇന്ന് ഞാൻ വന്നത് എന്റെ ജീവിതത്തിൽ വ്യർത്ഥമാകരുത്. Hallelujah. Thank you, Lord. ഞാൻ കേവലം മാനുഷിക ശബ്ദം കേട്ട് തൃപ്തിയടങ്ങാൻ വന്നവനല്ല. ഇന്ന് എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ട്? കർത്താവെ, എനിക്ക് അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം. കാരണം നമ്മൾ മാനുഷിക ശബ്ദം കേട്ട് തളർന്നിരിക്കുന്നവരാണ്. മാനുഷിക വാക്കുകൾ കേട്ട് ഉടഞ്ഞു പോയവരാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ അരുമനാഥന്റെ ഇമ്പമേറിയ ശബ്ദത്തിന് മുമ്പിൽ തരം താഴ്ത്തുക. കർത്താവെ, ഞാൻ ഒന്നുമില്ലാത്തവനായി ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവ് നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സ്തോത്രം. ഇങ്ങനെ വീണ്ടും കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ദൈവ മക്കളോടും എനിക്ക് താമസിക്കുവാൻ ഇടം തന്ന കർത്താവിന്റെ ദാസൻ കുഞ്ഞുവനാശാന കുടുംബത്തോടും വേഗം വരുന്നവനായ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇവിടെ സന്തോഷ് ജോസഫിന്റെ സിസ്റ്റർ വന്നിട്ടുണ്ടോ? ഓക്കെ, സന്തോഷം. കാരണം അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കൊലാപ്പൂരിൽ വന്ന് ഞങ്ങളോട് കൂടെ സഹകരിക്കുന്നു. ഞങ്ങൾക്ക് കൈത്താങ്ങൽ തരുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. അച്ഛനെ സന്തോഷാനെ ഓർത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അവിടെ ആയിരുന്നപ്പോഴാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം സിസ്റ്ററും കുടുംബവും ഇവിടെ വന്നു. ഹസ്ബൻഡാണ് കണ്ടതിൽ സന്തോഷം. നിങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൊലാപ്പൂരിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു 2019 നമ്മൾ കണ്ടിട്ടുണ്ട്. ചർച്ചിലായിരുന്ന സമയത്ത് ഇവിടെയും വന്നിട്ടുണ്ട്. ഏതായാലും വീണ്ടും ഇങ്ങനെ ഇത്രയും ആളുകളോട് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കരം കൊടുത്തിട്ട് പറയാമേ, എന്റെ യേശു ഇവിടെ ഉണ്ട്. പറഞ്ഞാട്ടെ, കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ. കാരണം ഞാൻ മറാഠിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ മറാഠികളായിട്ടുള്ള സഹോദരങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അല്ലേ? കാരണം നമ്മൾ പലപ്പോഴും മറക്കുന്ന കാര്യമാണ് യേശു ഉണ്ട് എന്നുള്ളത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചാലും ഇല്ലേനും ശരി യേശു വന്നിട്ടുണ്ട്. യേശു വന്നുള്ള പ്രത്യേകത പരിസ്ഥിതി വ്യത്യസ്തമാണ്. അത് ചിലരെയൊക്കെ തൊടുന്ന രാത്രിയാണ്, ചിലരേക്ക് ഹൃദ്യമായി സംസാരിക്കുന്ന രാത്രിയാണ്, ചിലരുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് അറിഞ്ഞു വരുത്തിയിട്ട് പോകുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് ആഗ്രഹത്തോടെ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി തയ്യാറായ യേശു വെറുതെ വന്നതല്ല. ചിലതൊക്കെ സ്ഥാപിക്കുവാൻ, ചിലതൊക്കെ കരുതുവാൻ, ചിലതിനെയൊക്കെ പൊട്ടിക്കുവാൻ, ചില ബന്ധനങ്ങളൊക്കെ അഴിക്കുവാൻ യേശു രാത്രിയിൽ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് പറയും, കർത്താവേ, അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ആ യേശുവിനെ വ്യക്തിപരമായി അറിയണം. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് പങ്കിടുവാൻ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് കർത്താവിന്റെ ഒരു മകൻ അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു മകൾ. ഇച്ചിരി കൂടി കേട്ടി പറഞ്ഞാൽ ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് അനുയോജ്യമായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാം. ഇന്ന് കർത്താവിന്റെ ദാസൻ ആ പദം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷം ഇയർ ഓഫ് ഗ്രോത്ത് അല്ലേ? അല്ലേ? പറഞ്ഞാട്ടെ, ഇയർ ഓഫ് ഗ്രോത്ത് ആണ്. ഇത് വളരുന്ന വർഷമാണ് അല്ലേ? പറഞ്ഞാട്ടെ, നിങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷെ ഇത് ചുമ്മാ വളരത്തില്ല. അപ്പൊ ഇത് വളരുന്നതിന് അനുയോജ്യമായ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ഗുണങ്ങൾ നമ്മളിൽ കാണാം. വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ പെരുപ്പമല്ല, ആത്മീയ നിലവാരത്തിലാണ്. ആളുകൾ 1000 ഉണ്ടായിട്ട് കാര്യമില്ല, 5 ഉണ്ടെങ്കിലും അതിനകത്ത് ദൈവപ്രവൃത്തി നടന്നിരിക്കണം.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോലാപ്പൂരിലാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. 1-2 പ്രയർ റിക്വസ്റ്റ് പറഞ്ഞ് വചനത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് കർത്താവിന്റെ കൃപയാൽ ഞാനും എന്റെ വൈഫ്, 2 ആൺകുഞ്ഞുങ്ങൾ ഒരുമിച്ച് 22 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കടന്നു വന്ന് കർത്താവ് ഞങ്ങളിലൂടെ പൈനിയർ ചെയ്ത ഇന്ത്യ പെന്തിക്കോസ്ത് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സഭ മറാഠികളുടെ ഇടയിൽ. ഓക്കെ, എന്റെ ദർശനം അതായിരുന്നു. അന്യദേശത്ത് ചെന്ന് അവരുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഭാഷ പഠിച്ച് അവരോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു വിഷയം ദൈവം തന്നതുകൊണ്ട് മലയാളികൾ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വന്നാലും ഞാൻ കേട്ടുമായിരുന്നു, പക്ഷെ ആരും വന്നിട്ടില്ല. അതൊന്ന് മറാഠിയിലാണ് അവിടുത്തെ ശുശ്രൂഷ. അല്പം ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പൊ 22 വർഷത്തിനിടയിൽ അനുഗ്രഹമായ രീതിയിൽ സുവിശേഷം പറയുവാൻ, ട്രാക്ട് കൊടുക്കുവാൻ, വീടുകളിൽ പോകുവാൻ, പരസ്യയോഗം നടത്തുവാൻ ഞങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിരുന്നു. ഒരു പ്രശ്നമൊന്നും അങ്ങനെ പറയാനില്ല. കാരണം നിങ്ങളെല്ലാം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായ പ്രശ്ന സങ്കീർണത എന്ന് പറയാൻ അവിടെ ഇല്ലായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാം, വിസിറ്റ് ചെയ്യാം. ഈവൻ റോഡ്, നമ്മൾ നാട്ടിൽ പരസ്യവും നടത്തുന്ന പോലെ ഞങ്ങൾ പരസ്യവും നടത്താനൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ എല്ലാ റിസൾട്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അത് വളർച്ച വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഒരു 6 മാസം മുമ്പ് ശ്രദ്ധിച്ചേക്കണേ, ഇത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്, നിങ്ങൾ പേടിപ്പിക്കാനല്ല. ഇതെല്ലാം പറയുമ്പോൾ ഓർത്തോണം, സഭ പണിയുന്നത് നമ്മുടെ കർത്താവാണ്. പക്ഷെ ഇത് പറയുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതിന്റെ ആ ഒരു വിഷയത്തിന് വേണ്ടി പറയാണ്. ഒരു 6 മാസത്തിന് മുമ്പ് ഗോപിചന്ദ് പടൽക്കർ എന്ന് പറയുന്ന എന്റെ വീടിനടുത്ത് നിന്ന് ഒരു 30 മിനിറ്റ് യാത്ര ചെയ്താൽ സാംഗ്ലി ഡിസ്ട്രിക്ട് വരും. ഞങ്ങൾ കോലാപ്പൂർ ഡിസ്ട്രിക്റ്റിന്റെയും സാംഗ്ലി ഡിസ്ട്രിക്റ്റിന്റെയും മധ്യത്തിൽ താമസിക്കുന്നവരാണ്. അപ്പം അവിടെ നിന്നുകൊണ്ട് പബ്ലിക്കായിട്ട് ഈ BJPയുടെ MLA പ്രസ്താവന, 2 പ്രസ്താവന ഇറക്കിയതിന്റെ അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ദേശങ്ങളിൽ വളരെ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥ. ട്രാക്ട് കൊടുക്കാൻ പോകാൻ പറ്റത്തില്ല, വീടുകളിൽ പ്രാർത്ഥന വെക്കാൻ പറ്റാത്ത അവസ്ഥ. ഈവൻ അവരുടേതായ ഗ്രൂപ്പുകൾ, ഞങ്ങൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന വീട്ടിൽ ലാൻഡ് ലോഡിനെ കണ്ടിട്ട് ഞങ്ങളെ ഇറക്കി വിടണം, ഇവർക്ക് വീട് കൊടുക്കരുത്. ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്ത് സ്കൂളുകളിലൊക്കെ കയറി വന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിനോടൊക്കെ വിരോധിച്ച് ഇവർക്ക് ആരാധിക്കാൻ സ്ഥലം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. പ്രസ്താവന ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണ്. ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളോട് ഈ ദൈവദാസന്മാരോ ദൈവമക്കളോ ട്രാക്ടോ എന്തെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ അടിക്കണം. അടിച്ച് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാരിതോഷികമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കിടന്ന ആൾക്കാരൊക്കെ എഴുന്നേക്കത്തില്ലേ? അങ്ങനെയുള്ള അവസ്ഥയാണ്. പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ഇന്ന് അവരെല്ലാം ചാടി കഴിഞ്ഞത്. അത് മാത്രമല്ല, അടുത്ത ഒരു പ്രസ്താവന പ്രകാരം അടികൊണ്ട് ഇൻ കേസ് മരിച്ചു കഴിഞ്ഞാൽ, ദൈവദാസന്മാരോ വിശ്വാസികളോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. എനിക്ക് ഉന്നത തലത്തില് വളരെ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. എനിക്ക് ഫഡ്നാവിസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, മോദിയുമായിട്ട് അമിത്ഷായുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ അടിച്ചു മരിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട, നിങ്ങൾക്കെതിരായിട്ട് ആരും കേസ് എടുക്കത്തില്ല. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ പൈസയിൽ നിന്ന് 15 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ. അപ്പൊ ഇത് കേട്ട് ഈ ഉറങ്ങിക്കിടന്നിരുന്ന എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയും ഈ ഞാഞ്ഞൂളിലും പത്തിമുളക്കും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഉറങ്ങിക്കിടന്നിരുന്നതായ ഈ BJPയുടെ ചോട്ടാ നേതാക്കന്മാരെല്ലാം ഇപ്പം ഈ കഴുകൻ വന്ന് എന്താ പറയുക, കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുക്കുന്നത് പോലെ പറന്ന് ഞങ്ങളുടെ വില്ലേജുകളെല്ലാം ഇറങ്ങി തമ്പടിച്ചിരിക്കുക. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം അവിടെ ഞാൻ ഓരോ ദിവസവും രാവിലെ ഫോൺ എടുക്കുന്നത്, വൈഫിനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, നമ്മുടെ വാടക വീട്ടിൽ ആരെങ്കിലും കയറി വന്നോ, നമ്മുടെ ചർച്ചിൽ ആരെങ്കിലും കയറി വന്നോ? ഇതുവരെയും വന്നിട്ടില്ല. ദൈവത്തിന് ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പ്രീതിപ്പെടുത്തുവാൻ പറഞ്ഞല്ല. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷം എന്താണെന്ന് അറിയാം. എന്റെ യേശു പറഞ്ഞൊരു വാക്ക് ഞാൻ ചേർന്ന് പറഞ്ഞല്ലേ, ഞാൻ എന്റെ സഭയെ ചേർന്ന് പറഞ്ഞല്ലേ, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ. അതിനെ ജയിക്കയിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര വലിയ എതിർപ്പ് വന്നാൽ
വന്നാലും, എത്ര വലിയ വെല്ലുവിളി വന്നാലും, നമുക്ക് വിരോധമായി എത്ര അമ്പയേറി വന്നാലും, നമ്മളെ സൂക്ഷിക്കുന്ന, ദൈവസഭയെ വളർത്തുന്ന, ദൈവസഭയെ മുന്നോട്ട് കുതിപ്പിക്കുന്ന, വളർച്ച തടസ്സപ്പെടാതെ വണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യേശുവുണ്ട്. അതാ നമ്മുടെ ദൈവം, അതാ എന്റെ വിശ്വാസം. ഞാൻ ഇത് കേട്ട് എനിക്ക് സങ്കടമല്ല, എനിക്ക് ചിരിയാ വരുന്നത്. കാരണം എന്താണെന്നറിയോ, എന്റെ യേശുവിന്റെ പ്രവൃത്തി മഹാരാഷ്ട്രയിൽ കോലാപൂരിൽ വെളിപ്പെടാൻ സമയമായി. ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, എത്ര കഠിന വിഷമസന്ധിയിലായാലും, നിരോധിക്കപ്പെട്ട അവസ്ഥയായാലും, രോഗത്തിന്റെ അമിക്കലിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരാണെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, എന്റെ യേശു നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വന്നിട്ടുണ്ട്, നിനക്ക് പരിഹാരം വന്നിട്ട് എന്റെ യേശു വണങ്ങൂ. ഹല്ലേലൂയ. അതാ നമ്മുടെ യേശു. അപ്പൊ ഒന്നാമതായി ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഞാൻ എന്നും എന്റെ ദൈവത്തെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കണം. പറഞ്ഞാട്ടെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അതെ, എവ്രി ഡേ ഐ നീഡ് ടു നോ മൈ ജീസസ് ഡീപ്പർ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്ക് ഈ പല കാര്യങ്ങൾ അറിയാം അല്ലേ? അടുത്ത എന്ത് സംഭവിക്കും? യുദ്ധം നടക്കുവോ? ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? നമ്മളെല്ലാം മീഡിയ തുറന്ന് കണ്ണും മേടിച്ചിരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് എന്നോടും കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ, യേശുവിനെ അറിയുവാൻ എത്ര പേര് മനസ്സ് തുറന്നിട്ടുണ്ട്? യേശുവിനെ അറിയുവാൻ, ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, എന്റെ ജീവിതത്തിൽ യേശുവിന്റെ തലയോടൊപ്പം വളരുവാൻ എനിക്ക് ജ്ഞാനമല്ല ആവശ്യം, എനിക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ആവശ്യം. അല്ലേ? അതല്ലേ വേണ്ടത്? അപ്പൊ ഞാനിങ്ങനെ പറയുന്നത്, യേശുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? യേശുവിനെ കുറിച്ച് അറിഞ്ഞാലേ ഞാൻ മാറത്തുള്ളൂ. അല്ലേ? നമ്മളൊക്കെ മാറിയത് ബൈബിൾ വായിച്ചത് കൊണ്ടാണോ? അല്ല. നമ്മളൊക്കെ മാറിയത് സഭയിൽ വന്നത് കൊണ്ടാണോ? അല്ല. നമ്മളൊക്കെ മാറിയത് ക്രിസ്ത്യാനികൾ ജനിച്ചത് കൊണ്ടാണോ? അല്ല. നമ്മൾ മാറാൻ തുടങ്ങിയത് നമ്മുടെ അകത്ത് ആഴമായി യേശുവിന്റെ ഒരു ഗുണം വെളിപ്പെട്ടതുകൊണ്ടല്ലേ? അതെയല്ലേ? അപ്പൊ ഈ യേശുവിനെ കുറിച്ചല്ലേ ആഴമായ കാര്യം? പൗലോസ് പറയുന്നത് എന്താണ്? ഈ യേശുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു എന്നാണോ? എന്താ പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ? എനിക്കിനിയും കാരണം വളർച്ച ഒരു ദിവസം കൊണ്ടല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ദൈവസഭ, ദൈവ കുടുംബം, ദൈവമകൻ ആത്മീയ നിലവാരത്തിൽ വളർന്നുകൊണ്ടിരിക്കണമെങ്കിൽ അവന്റെ ബുദ്ധിയിലല്ല, അവന്റെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ചുള്ള കാര്യം ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈവസഭയ്ക്ക് എന്താ പറ്റിയത്? തമ്മിൽ തല്ലും അടിയും പിടിയും, മറ്റുള്ളവരുമായി വഴക്കിടലും കൂട്ടിമുട്ടലും അടിക്കലും പഴിപറയിലും. എന്താ കാര്യം? യേശുവിനെ കുറിച്ചുള്ള അറിവ് മറന്നുപോയി. ഈ യേശുവിനെ കുറിച്ച് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചാലേ? നിങ്ങളൊന്ന് വായിച്ചേ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളെ, നിങ്ങളെ വിളിച്ച ആരാ നമ്മെ വിളിച്ച്? വിശുദ്ധിയിൽ ഭയങ്കരനായത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അശുദ്ധിയുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരേ ഒരു വ്യക്തിയേയുള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. ദൈവമക്കൾ വളരും തോറും വല്ലാതെ വളരാനല്ല, അതിനകത്ത് വിശുദ്ധി ഉണ്ടാകണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. കാരണം ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാണ്.
ഹല്ലേലൂയ. എന്നാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നറിയാവോ? കയ്യടിയുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, കൺവെൻഷൻ ഉണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടത് വിശുദ്ധിയല്ലയോ? എന്നിട്ട് താഴേക്ക് വായിച്ചാട്ടെ. എന്നിട്ട് പറയുന്നത് അനുസരണമുള്ള മക്കളായി എല്ലാ ഒരു നടപ്പിലല്ല. അതിന്റെ അർത്ഥം എന്താ? യേശുവിനെ തന്നെ നോക്കാം. യേശുവിന്റെ ഏതെങ്കിലും നടപ്പിൽ അശുദ്ധി കണ്ടായിരുന്നു വാസുദേവൻ? കണ്ടായിരുന്നു ആരെങ്കിലും? യേശു പാപിയായവരോട് കൂടെ ഇരുന്നു. അശുദ്ധി ഉണ്ടായിരുന്നു? ഇല്ല, അവരോട് കൂടെ ഭക്ഷിച്ചു. നമ്മളോ അശുദ്ധന്റെ സാമ്രാജ്യത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അശുദ്ധരോടുകൂടെ നമ്മൾ നടക്കാറുണ്ട്. എന്നാൽ ശാന്തമായിട്ട് മനസാക്ഷിയോടൊന്ന് ചോദിച്ച്, ഇത് പകലിൽ ഞാൻ ചെയ്ത ജോലിയിൽ സത്യസന്ധത ഉണ്ടായിരുന്നു? നമ്മളാരാ? ദൈവമക്കൾ, വിശുദ്ധൻ വിളിച്ച വിശുദ്ധത്വം എല്ലാ നടപ്പിലും എന്ന് പറഞ്ഞാ in every step that we take, എല്ലാ സ്റ്റെപ്പിലും എന്റെ വിശുദ്ധിയല്ല, ഞാൻ പണ്ടുണ്ടാക്കിയതല്ല, എന്റെ സ്വയം നീതിയുടെ വിശുദ്ധിയല്ല, എന്റെ മാതാപിതാക്കൾ മൂലം ലഭിച്ച വിശുദ്ധിയല്ല, എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായ വിശുദ്ധിയല്ല, ദൈവത്താൽ എന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധി. അതല്ലേ ആവശ്യം നമുക്ക്. ഈ വാക്യം ഉദ്ധരിക്കുന്ന എവിടുന്നാണെന്നറിയാവോ? ലേവ്യ പുസ്തകം പഴയ നിയമത്തിൽ ഇത് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. 11:44 എഴുതി വെച്ചിരിക്കുക. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുന്നത് പഴയ നിയമത്തിലും ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും പുതിയ നിയമത്തിലും ദൈവസഭയോടുള്ള ബന്ധത്തിലും എന്റെ ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധിയുള്ളതാ. അപ്പൊ ഒന്നാം കാര്യം, നമ്മൾ ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയണം പാസ്റ്ററെ? എന്തറിയണം? എന്റെ ദൈവം അശുദ്ധൻ അല്ല എന്നറിയണം. എന്റെ യേശുവിന്റെ സ്വഭാവത്തിൽ അശുദ്ധിയുടെ കണികയില്ല എന്നറിയണം. യേശുവിന്റെ സംസാരത്തിൽ അശുദ്ധി ഇല്ല എന്നറിയണം. യേശുവിന്റെ സ്നേഹത്തിൽ അശുദ്ധി ഇല്ല എന്നറിയണം. യേശുവിന്റെ പ്രാർത്ഥനയിൽ അശുദ്ധി ഇല്ല എന്നറിയണം. യേശു ചെന്നെടുത്ത് അശുദ്ധി ഇല്ല എന്നറിയണം. അതറിഞ്ഞിട്ട് നമ്മൾ അതേ വിശുദ്ധി ഹൃദയത്തിൽ സ്വീകരിക്കണം. അതറിയണം. എന്നാൽ നമുക്കൊന്ന് ശാന്തമായി ചോദിക്കാം, നമുക്ക് എത്രമാത്രം ഈ വിശുദ്ധി ഉണ്ട്? നമ്മൾ പോക്കും വരവും നടത്തുന്നുണ്ട്, പൊത്തുവരുത്ത പരുവത്തോടൊക്കെ പോകുന്നുണ്ട്. ഇന്ന് മനസാക്ഷിയിൽ തൊട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് രാത്രിയിൽ ചോദിക്കുകയാണ്, യേശുവിലൂടെ നമുക്ക് ലഭിച്ച ആ വിശുദ്ധിയുടെ കണിക, ആ വിശുദ്ധിയുടെ പവിത്രത ഇന്നും നമ്മുടെ രാത്രിയിൽ, നമ്മുടെ അന്തരംഗത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സഭകളിൽ നമ്മൾ പോകുന്നിടത്ത് വെളിപ്പെടുന്നുണ്ടോ? വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് വളർച്ച. അതില്ലാത്ത ഒന്നും വേണ്ടത്. ഒത്തിരി കൂട്ടം ഉണ്ടാകുക എന്നുള്ളതല്ല, ഒരുത്തനെങ്കിലും വിശുദ്ധിയുള്ളവനായിരിക്കണം. അതാ ദൈവത്തിന് ഇഷ്ടം. ഈ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സന്തോഷം വരുന്ന രീതിയിൽ ആകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒന്നാമത്തെ കാര്യം, എന്റെ മക്കൾ, എന്റെ പിന്നാണികൾ, എന്നോട് കൂടെ വരുന്നവർ, എന്റെ അടുത്തിരിക്കുന്നവർ എനിക്കൊപ്പം വിശുദ്ധി ഉണ്ടാകുന്നവരാകണം. എത്ര പേര് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ താല്പര്യപ്പെടും? എന്നാൽ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ലോകത്തിന്റെ ഗതിയിൽപ്പെട്ട് വളർച്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലോകത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തിൽ വളരുന്നു, ജോലിയിൽ വളരുന്നു, മക്കൾ വിദ്യാഭ്യാസത്തിൽ ഉന്നതീകരിക്കപ്പെടുന്നു, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലി, മറ്റൊരു ജോലിയിൽ നിന്ന് അടുത്ത പദവി എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള വിശ്വാസികൾ ചിന്തിക്കുക, ഇതാ വളർച്ച. അതല്ല വളർച്ച. അത് വളർച്ച ലോകത്തിന്റേത്. എന്നാൽ തിരുവചനത്തിലെ വളർച്ച എന്ന് പറയുന്നത്
ഇന്ന് രാത്രിയിൽ എത്ര പേർ തീരുമാനമെടുക്കും? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഹൃദയങ്ങളുടെ അകത്ത് കയറി നമ്മുടെ വിശുദ്ധി മറന്നുപോയി നമ്മൾ പല കാര്യങ്ങളിൽ അശുദ്ധിയിൽ കൈവച്ച് വന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം പറയുക, എനിക്ക് നിങ്ങളെ വളർത്തുവാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശുദ്ധി എന്ന് പറയുന്ന ആ വിഷയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവദാസിയെ കുറിച്ച് പറയാം. എന്റെ സഭയിൽ ഇതുവരെയും വന്നിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഈ ഭാവന എന്ന പേര് പ്രാർത്ഥിക്കണം ഈ സൗദിക്ക് വേണ്ടി. പുള്ളിക്കാരത്തി യൂട്യൂബില് യേശുവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടവ. ജൈൻ കമ്മ്യൂണിറ്റി എന്നു മുതല് താൻ വചനം കേൾക്കാൻ തുടങ്ങിയോ അന്നു മുതല് ജൈൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന താൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവിധമായ വ്യർത്ഥമായ കാര്യങ്ങൾ നടത്തി. സഭയിൽ വന്നിട്ടില്ല, ആരും പുള്ളിക്കാരത്തെ പഠിപ്പിച്ചില്ല. പക്ഷെ ആരെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും സ്പെഷ്യൽ ക്ലാസും ബൈബിൾ സ്റ്റഡിയും ആവശ്യമില്ല. യേശുവിനെ അറിഞ്ഞാൽ മതി. നമ്മളൊക്കെ ബൈബിൾ ക്ലാസ് എടുത്ത് സ്റ്റഡി നടത്തി ഇന്നും ഒന്നും നന്നായിട്ടില്ല. എന്നാൽ ഒരു സഹോദരി ഇതുവരെയും ചർച്ചിനകത്ത് കയറിയിട്ടില്ല. അവർ യൂട്യൂബിൽ മാത്രം യേശുവിനെ കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഈ പറയപ്പെട്ട അശുദ്ധമായതിനെ ഞാൻ കൊടില്ലെന്ന്. ഇനി കേൾക്കണോ? ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ ഹസ്ബൻഡ് പിണങ്ങി, വീട്ടിൽ അമ്മായിയമ്മ പിണങ്ങി, അമ്മായിപ്പൻ പിണങ്ങി, ഒരു റൂമിൽ അടച്ചിട്ടു. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക. ഈ അമ്മയുടെ അടുത്ത് വന്നാൽ ആ പെൺകുട്ടി യേശുവിനെ കുറിച്ച് അറിയുമെന്നറിഞ്ഞിട്ട് തന്റെ ഹസ്ബൻഡ് ബോർഡിങ്ങിൽ കൊണ്ടാക്കി. നമ്മളാണെങ്കിലോ ഞാൻ ചോദിച്ചേ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹസ്ബൻഡൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞപ്പോ ഏതോ മൊബൈൽ എടുത്ത് ആരും കേൾക്കാതെ രാത്രിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു, ആരും കേൾക്കാതെ എന്നെ വിളിച്ചിട്ട് കരയുക. ഞാൻ പറഞ്ഞു, സൗരി എന്താ ചെയ്യാൻ പോകുന്നു? മരിച്ചാലും എന്റെ മകളോട് സംസാരിക്കുവാൻ എനിക്ക് പറ്റിയില്ലേലും ഇവിടം കൊണ്ട് ഞാൻ നശിച്ചു പോയാലും ഞാൻ അറിഞ്ഞ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എന്നെ എത്ര എതിർത്താലും അടച്ചു പൂട്ടിയാലും എനിക്ക് വിരോധമായി പ്രവർത്തിച്ചാലും യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലേലും ഞാൻ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശുദ്ധി. എത്ര പേർക്ക് അങ്ങനെയുള്ള ഒരു വിശുദ്ധി ആവശ്യമാണ്? എടാ, ഒരുത്തന് മുമ്പിൽ അടിയറ വെക്കേണ്ടതല്ല നമ്മുടെ സത്യസന്ധത. ഏത് പരിസ്ഥിതിയുടെ നടുവിലും എത്ര വലിയ ഉന്നതത്തിന്റെ നടുവിലും യേശുവിനെ അറിയുന്നവർ ഇപ്രകാരം വിളിച്ചു പറയും, ഞാൻ നിന്റെ പക്ഷം ചേരുവാനല്ല യേശുവിനെ അറിഞ്ഞത്. എന്റെ അകത്ത് യേശുവിന്റെ വിശുദ്ധിയുണ്ട്, അത് വിട്ട് മാറാൻ എനിക്ക് പ്രധാനമില്ല. നമ്മളിൽ എത്രമാത്രം ഉണ്ടാവശ്യത്തെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളത്തരമല്ല ചെയ്യുന്നേ. കൊച്ചു കൊച്ചു വിഷയങ്ങൾ പോലും മനസ്സിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സാരമില്ലെന്നും പറഞ്ഞ് ഒരു ലാഘവത്തോടു കൂടിയല്ലേ നമ്മൾ വിശ്വാസികൾ കടന്നു പോകുന്നത്. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം, നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം ദൈവം തന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞു പോകല്ലേ. അതിനകത്ത് കള്ളത്തരമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു വിളിച്ചു പറയുക, നിന്റെ വളർച്ച മുരടിച്ചു പോ. കാരണം ഒരിക്കല് ശൗല് ദൈവം പറഞ്ഞു, നീ ഇന്നടുത്ത് വന്ന് അവരുടെ ശത്രുക്കളെ മൊത്തം കൊല്ലണം, അതിനകത്തുനിന്ന് ഒന്നും അങ്ങനല്ലേ പറഞ്ഞു. എന്നാ ഇദ്ദേഹം നല്ലതെല്ലാം രാജാവാക്കിയത് ദൈവമല്ലേ? മനുഷ്യന് ചോദിച്ചിട്ടാണെങ്കിലും പദവി തന്നത് ദൈവമല്ലയോ? നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാകത്തില്ല, മറ്റുള്ളവർ ആഗ്രഹിച്ചിട്ടായിരിക്കാം. ദൈവമല്ലേ തന്നത്? എന്നിട്ട് ആ ദൈവം പറഞ്ഞത് കേൾക്കാൻ എന്താ മനസ്സിലാത്തേ? എന്നെ ദുഃഖിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇതെല്ലാം അടിച്ചുകൊണ്ട് പോന്നിട്ട് ഇവിടെ
ശമൂവേൽ വന്നു കഴിഞ്ഞ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഞാൻ, യഹോവ പറഞ്ഞ പോലെ ചെയ്തു. ഇതാ നമ്മുടെ കുഴപ്പം. കർത്താവ് പറയുന്നൊന്നും ചെയ്യത്തില്ല, നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ട് എന്ത് പറയും? കർത്താവ് പറഞ്ഞ ചെയ്തെന്ന് പറയും. ഇതല്ലേ പറയുന്നത്. അത് പോട്ടെ, അടുത്ത പറയുക, ഇതെല്ലാം എനിക്ക് വേണ്ടിയൊന്നും ഞാൻ നിന്റെ ദൈവത്തിന് എടാ, അശുദ്ധി ഉള്ളതൊന്നും എന്റെ യേശുവിന് ആവശ്യമില്ലെന്നേ. നിങ്ങളുടെ വീട് അശുദ്ധിയാണെങ്കിൽ ദൈവത്തിന് ആവശ്യമില്ലെന്നേ. നമ്മുടെ പണം അശുദ്ധിയാണെങ്കിൽ ദൈവത്തിന് ആവശ്യമില്ലെന്നേ. നമ്മുടെ പദവി കൊണ്ട് ദൈവത്തിന്റെ അശുദ്ധി നിങ്ങളുടെ അശുദ്ധി കാണിക്കാനാണെങ്കിൽ പദവി ദൈവത്തിന് ആവശ്യമില്ലെന്നേ. ദൈവത്തിന് ആവശ്യമുള്ളത് ഒന്നുമില്ല എങ്കിലും ദൈവത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ദൈവസഭ ഉണ്ടോ? അതാ വളരേണ്ടത്. ആ ഒരു വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട് ഇന്ന് രാത്രി? എന്റെ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാനൊരു ചരിത്രം പറയാം. ബാംഗ്ലൂരിൽ നടന്ന ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോയതാ. ഒരു കർത്താവിന്റെ ദാസൻ എന്നെ കൊണ്ടുപോയതാ. വിഷയം എന്തായിരുന്നു? അവർ വലിയ ഈ സ്റ്റിച്ചിങ്, ക്ലോത്ത്സ് സ്റ്റിച്ച്, ടൈലറിംഗ് നടത്തുന്ന വലിയ കമ്പനിയാണ്. 2 കമ്പനിയുണ്ട് പക്ഷേ. ഒരു ഭയങ്കരമായിട്ട് പെന്തിക്കോസ് വിശ്വാസികളാണ്. അപ്പൻ അമ്മ 2 മക്കൾ, പെൺകുഞ്ഞുങ്ങൾ. വളരെ കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഫാമിലി ലോകത്തുണ്ടാകത്തില്ല. നമ്മള് ദൈവാസന്മാരാണല്ലോ, പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റാലിറ്റി കാണിക്കും. ഞാൻ ചെന്ന ഉടനെ ആദ്യം കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഒരു ഷർട്ട് കൈവച്ചു, പിന്നെ നല്ല ചായ. അത് കഴിഞ്ഞിട്ട് എന്തോ ട്രീറ്റ് ആണെന്നറിയാം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയിരിക്കണം വിശ്വാസികൾ. നമ്മളല്ലേ, നമ്മള് ചിന്തിക്കുമല്ലോ. എന്നാൽ ഒരു 2 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് ശ്രദ്ധിക്കണേ. വിശ്വാസികളാ, സഭയിലെ മുഖ്യ അതിഥികൾ, ദശാംശം കൊടുക്കുന്നവർ, ഉപവാസ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ ഇവര് ആദ്യം കൈകേറി പറയുന്ന, പാസ്റ്ററെ ഇത്ര പാസ്റ്റർമാര് വന്നാലും ഞങ്ങൾ ഫുഡ് കൊടുക്കാം. അത്രയ്ക്ക് നല്ല ഫാമിലി. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കാൻ നേരത്ത് എനിക്ക് ആന്റി കൊണ്ടുവന്ന് ചായ തന്നു. എന്നാൽ ആന്റിയുടെ ഹസ്ബൻഡിന് ഇളയ മോളുടെ കയ്യിൽ ചായ കൊടുത്തു കൊടുക്കും. അപ്പൊ അതാ സ്വാഭാവികമാണല്ലോ, നമുക്ക് ചില ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അങ്ങോട്ട് പോകണ്ട. എനിക്ക് അസ്വാഭാവികത ഒന്നും അതിനകത്ത് തോന്നിയില്ല. അപ്പൊ ഈ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഈ പിതാവ് മൂത്ത മോളെ വിളിച്ചിട്ട് പറയാം, മോളെ ഈ ഗ്ലാസ് കൊണ്ട് നമ്മുടെ ഇളയ മോള് അമ്മ പറയുന്നത് കേൾക്കുന്നു, മൂത്ത മോള് അപ്പം പറയുന്നത് കേൾക്കുന്നു. അപ്പൊ ഞാൻ കണ്ടത് പെന്തിക്കോസ്ത് കുടുംബത്തില് 2 പോസ്റ്റ് വുമൻ. ഒന്ന് അപ്പന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഒന്ന് അമ്മയ്ക്ക് വേണ്ടി. അപ്പൊ എനിക്ക് ഞാൻ അകത്ത് പോയി റൂമിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അപ്പൊ ആ കുഞ്ഞുങ്ങൾ 2 പേരും അതിൽ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചു, മക്കളോട് ചോദിച്ചു, ടീനേജേഴ്സാ, 2 പെൺകുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ എന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ 2 കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദേവാസനെ ഈ കാണുന്ന പോലെയല്ല ഞങ്ങളുടെ കുടുംബം. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി മക്കളെ? അവർ കരയാൻ തുടങ്ങി, അവർക്ക് വാക്കില്ല പറയാൻ. അവർ പറഞ്ഞ കാര്യം ഓർത്ത് എന്റെ ഹൃദയം തകർന്നു പോയി. എന്താണെന്നറിയാവോ? ദേവാസനെ, എന്റെ അമ്മയും എന്റെ അപ്പനും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് 5 വർഷമായി. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കട്ടെ. എടാ, സഭയിൽ പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവദാസൻ വരുമ്പോൾ ചായ കൊടുക്കുന്നുണ്ട്, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, സഭയിൽ പോയി കൈയടിച്ച് ആരാധിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ കുടുംബത്തിനകത്ത് യേശുവിന്റെ വിശുദ്ധി എന്തേ? പല കുടുംബങ്ങളും ഇങ്ങനെ ഇല്ലേ? ഞാൻ പറഞ്ഞ ബാംഗ്ലൂരിലെ കാര്യമാ. എന്നാൽ ഒന്ന് നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളറിലേക്ക് നോക്കിയേ. എത്രയോ രാത്രികളിൽ നമ്മൾ പരസ്പരം തിരിഞ്ഞു കിടന്നിട്ടുണ്ട്. എത്രയോ രാത്രികൾ നമ്മൾ മിണ്ടാതമെന്നും ഭക്ഷണം കഴിക്കാതെ മാറിയിരുന്നിട്ടുണ്ട്. ഇതെല്ലാം ദൈവസഭയുടെ ലക്ഷണം അല്ല കേട്ടോ. ദൈവസഭയ്ക്കകത്ത് വിശുദ്ധി ഉണ്ടാകണം. പിന്നെ ഞാൻ പ്രാർത്ഥിക്കോ? ഞാൻ അച്ഛനെ അമ്മായിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രവാചകനും വരണ്ട,
ഒരു ദൈവദാസനും വരണ്ട. നിങ്ങൾ പരസ്പരം ഒരുമിച്ച് വന്ന് കരം കൊടുത്തിട്ട് എന്നോട് ക്ഷമിക്കണമേ യേശുവേ എന്ന് പറഞ്ഞ നിങ്ങളെ പൂട്ടുവാനിരിക്കുന്ന ബിസിനസ് ദൈവം വളർത്തും. കാരണം ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനും ദൈവത്തിന് നിങ്ങളെ പാഴയിറക്കുവാനും കഴിവുള്ളവരാ. രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിനൊക്കെ ദൈവം പറഞ്ഞു വെച്ചതാ. ഓ, ദൈവം പറയും, ചിലർക്ക് ദൈവം തരുന്നതാ. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ടും, പ്രവചനം പറഞ്ഞിട്ടും അത് നടക്കാതിരുന്നത് തമ്മിലെ തടഞ്ഞതാ. എത്ര പേർക്ക് ആ തടസ്സം മാറണം? ദൈവങ്ങളുടെ എത്ര പേർക്ക് തടസ്സം മാറണം? ആത്മാവിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞാവേ, ഇന്ന് രാത്രിയിൽ ഞാനൊരു തീരുമാനമെടുക്കാൻ നിരപ്പ് പ്രാപ്ത തയ്യാറാ. എന്റെ വളർച്ച നഷ്ടപ്പെടുത്തിയ, എന്റെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തിയ ഈ അന്ധകാര ശക്തിയിൽ നിന്ന് മാറുവാൻ ഈ രാത്രിയിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞാനിവിടെ സ്വിച്ച് ചെയ്യുകയാണ്. എന്റെ യേശുവിന്റെ വിശുദ്ധി ഈ രാത്രിയിൽ വേണം. എത്ര പേർക്ക് വേണം അങ്ങനെ ഒരു വിശുദ്ധി? എത്ര പേർക്ക് അങ്ങനെ ഒരു വിശുദ്ധി? നമ്മളെ കണ്ടിട്ട് യേശുവിന് സന്തോഷം തോന്നണം. ഞാൻ ആദ്യം പറഞ്ഞ പടം ഓർക്കുന്നുണ്ടല്ലോ, ഇതിനകത്ത് യേശു ഉണ്ട്. യേശു നമ്മളെ കാണാൻ വന്നിട്ട് നിരാശനായി പോകരുത്. നമ്മളെ കൈയടി കണ്ട് പ്രസംഗനാകാനല്ല യേശു വന്നത്. നമ്മളെ പാട്ട് കണ്ട് പ്രസംഗനാകാനല്ല വന്നത്. എന്റെ പ്രസംഗം കേട്ട് സന്തോഷിക്കാനല്ല വന്നത്. ഇതിനകത്ത് വിശുദ്ധിയോടെ വളരുവാൻ തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ടോ അവർക്ക് വേണ്ടി എന്റെ യേശു കരഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ ഹൃദയം തൃപ്തീകരിക്കണമെങ്കിൽ, ഇവിടെ വന്നിരിക്കുന്ന യേശു നിങ്ങളെ കുറിച്ചൊരു സന്തോഷമുള്ളവനായി പോകണമെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീര് കണ്ട് യേശുവിന് മനസ്സറിയണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിന് മുമ്പിൽ എന്റെ യേശുവിന് ഇന്ന് രാത്രിയിൽ മനസ്സറിവുണ്ടാകണമെങ്കിൽ, ഇന്നിവിടെ ഇരിക്കുന്നവർ പറഞ്ഞാട്ടെ, കർത്താവേ എന്റെ അകത്ത് യേശുവിന്റെ വിശുദ്ധി ഒന്ന് വരട്ടെ, യേശുവിന്റെ സത്യസന്ധത വരട്ടെ, യേശുവിന്റെ സ്നേഹം വരട്ടെ, യേശുവിന്റെ ക്ഷമാശീലം വരട്ടെ. അതിനുപരിയായിട്ടുള്ള ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. കാരണം എന്താ ഞാനിങ്ങനെ പറഞ്ഞേ, ഈ യേശുവിനെ കുറിച്ച് അറിയും തോറും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവും. ലൂക്കോസിന് ശേഷം വായിച്ചാൽ ലൂക്കോസ് 5-ാമത്തെ പെട്ടെന്ന് സമയം പോവാ. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇതിന്റെ ചരിത്രം ഞാൻ പറയാം, കാരണം സമയമില്ലാത്തവണ് അല്ലെ വായിപ്പിച്ചത്. യേശു ഗെനസരേത്ത് തടാകത്തിന്റെ അടുത്ത് വന്ന് പ്രസംഗിക്കാനാണ് ആഗ്രഹിച്ചപ്പം 2 പടക് അല്ലെങ്കിൽ വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ച് വല കഴുകിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒത്തിരി പറയാനുണ്ട്, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോലെ. അതിനകത്ത് യേശു അതിനകത്ത് കയറിയത് പറഞ്ഞാട്ടെ, ആരാത്താ? ഇവിടെ 2 പേരും തുല്യരല്ലേ അല്ലേ? എന്നാൽ എന്തുകൊണ്ട് ശീമോൻ അതിനകത്ത് കയറി? അതിനർത്ഥം യേശുവിന് എല്ലാരെയും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറമായി ചിലതിനൊക്കെ ദൈവം കണ്ടിട്ട് അവരെ വിടുവിപ്പാനായി ഇന്ന് രാത്രിയിലും അവരുടെ ബോട്ട് തപ്പി എന്റെ യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ തപ്പി എന്റെ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടിട്ട്, നിങ്ങളുടെ വ്യാകുലത കണ്ടിട്ട്, നിങ്ങളുടെ ക്ഷീണം കണ്ടിട്ട്, മനോവിഷമം കണ്ടിട്ട് ഇന്ന് രാത്രിയിൽ എന്റെ യേശു നിങ്ങളെ തപ്പി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞു പോട്ടെ, യേശു വന്ന് അപേക്ഷിച്ചു, പടക് യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തു അല്ലേ? പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു പറഞ്ഞു, അല്പം ആഴത്തിലേക്ക് നീക്കി. അപ്പൊ പറഞ്ഞൊരു വാക്യമുണ്ട്, ഒന്ന് വായിക്കണം പോലെ 4-ാം വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും. നാഥ എന്നുള്ള പദത്തിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നുണ്ട് മാസ്റ്റർ. നാഥ അല്ല, ഗുരു എന്ന് പറഞ്ഞാൽ പത്രോസ് പറയുകയാണ്, ഇത്രത്തോളം നന്നായി പഠിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ഗുരു. അറിവ് നോക്കിയേ, എന്താ ആദ്യത്തെ അറിവെന്താ യേശുവിനെ കുറിച്ച്? പറയാതെ എന്താ അറിവ്? ഗുരു.
എന്തുകൊണ്ട് ഗുരുവായി? യേശു പഠിപ്പിച്ച മെസ്സേജ് അകത്ത് കയറി. യേശുവിന് പ്രസംഗിക്കാൻ കൊടുത്ത വള്ളത്തിനകത്തു നിന്നുകൊണ്ട് യേശു ശക്തമായി മെസ്സേജ് പറയാൻ തുടങ്ങി. ആ മെസ്സേജ് കേട്ടിട്ട് മുക്കുവനായിരിക്കുന്ന, ഈ ദൈവത്തെ ഇഷ്ടമില്ലാതിരിക്കുന്ന, പാപ വഴികളിൽ ജീവിക്കുന്ന, പൈശാചിക ബന്ധനത്തിൽ ജീവിക്കുന്ന പത്രോസിനകത്ത് യേശുവിനെ കുറിച്ചുള്ള ദർശനം മാറി. അപ്പൊ എന്താ പറയുന്നത്? ഗുരു ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. എങ്കിലും നിന്റെ വാക്കിന് വഴി. അതെന്തുകൊണ്ടായിരിക്കാം? യേശു ഗുരുവാണെന്നാണ് താൻ അംഗീകരിച്ചത്. എങ്കിലും പറയാം, അങ്ങ് പറയുന്ന വാക്കിനാൽ അല്ലെ ഞാൻ എന്ത് ചെയ്യാം? അതിനർത്ഥം ഇതാണ്, ഞാൻ ഗുരുവായിട്ട് അംഗീകരിച്ചത് അങ്ങ് ഇച്ചിരി മുമ്പ് പ്രസംഗിച്ച പ്രസംഗമുണ്ടല്ലോ, അങ്ങ് ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞ വാക്യമുണ്ടല്ലോ, ആ വാക്യം അകത്ത് എന്റെ ഉള്ളിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വിപ്ലവത്തിന്റെ അനുസരണമായി ഞാൻ പറയുകയാണ്, ഇനി ഞാൻ ആരുടെ വാക്കും കേൾക്കത്തില്ല, നിന്റെ വാക്ക് കേൾക്കാം. അങ്ങനെ എത്ര പേർക്ക് തീരുമാനമുണ്ട്? ഒത്തിരി വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ടല്ലേ ഒന്നും കിട്ടാതിരുന്നത്. അവിടെ ഇട് പത്രോസേ, ഇവിടെ ഇട് പത്രോസേ എന്നൊക്കെ പറഞ്ഞ് രാത്രി മൊത്തം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇന്ന് പറയുക, നാഥാ എന്റെ ഗുരുവേ, ഇത്രത്തോളം പറഞ്ഞിട്ട് ഒരു മീനും കിട്ടിയില്ല, പക്ഷെ നിന്റെ ഒരൊറ്റ വാക്ക് കൊണ്ട് ഞാൻ ഈ വലയിറക്കാം. അപ്പൊ അവിടെ പറയുന്നത്, യേശുവിന്റെ വാക്ക് കേട്ട് ഗുരുവെന്ന് മനസ്സിലായിട്ട് യേശുവിന്റെ വാക്ക് കേട്ട് വലയിറക്കി. എന്തോ സംഭവിച്ചു? അവരങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം. അപ്പൊ ഞാൻ എന്തൊരു ചോദ്യം, പെരുത്ത മീൻ അവിടെ ഇല്ലായിരുന്നു പണ്ട്, ഇട്ടടുത്ത് തന്നെയല്ലേ വലയിട്ടത്, പിന്നെ ഈ മീൻ എവിടെ നിന്ന് വന്നു? അതാ യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത. വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ദൂത്, യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ എവിടെ നീ വലയിട്ട് എത്ര മുഴുകിയിട്ടും കിട്ടാത്ത സ്ഥലത്ത് നിന്ന് ചില ആശ്ചര്യമായ കാര്യങ്ങളെ രാത്രിയിൽ എഴുന്നേൽപ്പിക്കാൻ എന്റെ യേശുവിന് പദ്ധതിയുണ്ട്. എത്ര പേര് സ്വീകരിക്കും? ഒത്തിരി ഇട്ടു, ഒത്തിരി അഭ്യസിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അവിടെ ഒന്നും കണ്ടില്ല. എന്നാൽ യേശുവിനെ മനസ്സിലായപ്പോൾ, യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ അവിടെ നിന്ന് യേശു അത്ഭുതം കൊണ്ടുവരിക. അവര് ആശ്ചര്യഭരിതരായെന്നാ പറയുന്നത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോ പത്രോസിന്റെ ആ കാഴ്ചപ്പാട് മാറുന്നുണ്ട്. താഴെ വായിച്ചാട്ടെ, 7-8 വാക്യം പെട്ടെന്ന്. മറ്റേപ്പടയിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ട് മുങ്ങുമാറാവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, വാക്കുമാറി. ആദ്യം എന്തായിരുന്നു? ഇപ്പൊ എന്താ? അതാണ് പ്രോഗ്രസീവ്, അതാ വളർച്ചയുടെ ലക്ഷണം. ആദ്യത്തെ മെസ്സേജിൽ ഗുരുവായി. എന്നാൽ ദൈവ പ്രവൃത്തി കണ്ടു തുടങ്ങിയപ്പോൾ പത്രോസിന് മനസ്സിലായി, ഈ വന്നിരിക്കുന്നത് സാധാ വ്യക്തിയല്ല, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ, സമുദ്രങ്ങളെ ഉണ്ടാക്കിയ, മീനിനെ സൃഷ്ടിക്കാൻ കഴിവുള്ള, എന്നെ നന്നാക്കുവാൻ കഴിവുള്ള, എന്റെ കർത്തൃത്വം നടത്തുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. എത്ര പേര് യേശുവിനെ കർത്താവായി പൂർണ്ണ കർത്തൃത്വം നടത്തുവാൻ അറിയാൻ താല്പര്യമുണ്ട്? അത് വളർച്ചയുടെ പ്രത്യേകത. വിശുദ്ധനായ യേശുവിനെ കർത്താവായി അംഗീകരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കേവലം ആരോഗ്യം തരുന്ന ദൈവമല്ല, കാര്യം സൗഖ്യം തരുന്ന ദൈവമല്ല, സമ്പത്തിനെ നൽകുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് അനുഗ്രഹം തരുന്ന ദൈവം മാത്രമല്ല, എന്റെ എല്ലാ അവസ്ഥയിലും എന്നെ നടത്തുവാൻ കഴിവുള്ള, എന്റെ കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ള, എന്റെ കുടുംബത്തിന്റെ സഭയെ, എന്റെ ജോലിയെ, എല്ലാ മേഖലകളിലും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് എന്ന തിരിച്ചറിവ്. ഇങ്ങനെ യേശുവിനെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് 11 വാക്യം പറയുന്നത്. എന്താ? പിന്നെ അവർ പടകുകളെ ഗുരുവായപ്പോ എല്ലാം കിട്ടില്ല. ഇദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. രാത്രി മൊത്തം അധ്വാനിച്ച് ഒരു മീന് നിറച്ചു കൊടുത്തു. നമ്മളാണ് മീൻ വിട്ടിട്ട് പോവൂ? മനസ്സിലാകുന്നുണ്ടോ? നമ്മളാണെ പോവോ? രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ചിരിക്കുമ്പോഴാണ് പടക് നിറയുവോളം. നമ്മളാണ് എന്ത് പറഞ്ഞത്? അതാണ് നീ എന്റെ ഗുരുവൊക്കെ തന്നെയാ, പക്ഷെ ഇതൊക്കെ കൊണ്ടുപോയി ഞാനൊന്ന് വിറ്റ് ഇച്ചിരി ഒന്ന് നന്നായിട്ടൊക്കെ ജീവിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെയല്ലേ?
നമുക്കൊരു ജോലി കിട്ടിക്കറിയാൻ അറിയാം. ദേവദാസന് എനിക്ക് സമയമില്ല ഇപ്പൊ. ഓ, ഈ ദേവദാസനെ ചുമ്മാ വിളിച്ചിട്ടോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് പോകും. പറയണം, തീർച്ചയായും. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. മുട്ടുമേൽ നിന്ന് കരഞ്ഞ്, കർത്താവേ എങ്ങനെയും ഒരു ജോലി തന്നാൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്താന്നല്ലേ പറഞ്ഞേ. എന്നാൽ ഇന്ന് അവസ്ഥ മാറി, സംഗതി മാറി, അനുഗ്രഹം കുഞ്ഞുകൂടി. ഇപ്പൊ പറയാണ്, കർത്താവേ അങ്ങ് എന്റെ വീട്ടിൽ വന്നില്ലേലും സാരമില്ല, അങ്ങ് തന്നത് മാത്രം ഉണ്ടായാ മതി. പക്ഷെ യേശുവിനെ കുറിച്ചുള്ള അറിവ് അങ്ങനെയല്ലെന്ന്. യേശുവിനെ കുറിച്ച് അറിവ് പത്രോസിനോട് ചോദിക്കെ, മോനെ പത്രോസേ എന്തോ പറ്റിയത്? അദ്ദേഹം പറയും, ഈ മീൻ കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇല്ലെങ്കിൽ ഒരു വർഷം എനിക്ക് ജീവിക്കാം. പക്ഷെ യേശു ഉണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു സമ്പത്തിയും എനിക്കൊപ്പമില്ലേലും ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ പട്ടിണി കിടക്കുകയില്ല. എനിക്ക് അവനെ പോറ്റുവാൻ കഴിവുള്ള, ചരാചരങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഈ യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് പറയുവാൻ ഇന്ന് എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? അതാ വെളിപ്പാട്. എല്ലാം ഉപേക്ഷിക്കുവാൻ. ആരെ കണ്ടുകൊണ്ടാ ഉപേക്ഷിച്ചത്? പാസ്റ്റർ പറഞ്ഞതുകൊണ്ടല്ല, ദൈവസഭ പറഞ്ഞതുകൊണ്ടല്ല, സ്വന്തം മനസ്സാക്ഷി തോന്നിയത് കൊണ്ടല്ല, യേശുവിനെ കുറിച്ചുള്ള അറിവ്. അതാ വളർച്ച. പത്രോസ് പറയുക, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് മീന് കിട്ടല്ല, എനിക്ക് വളരെ ആവശ്യമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും അനുഗ്രഹമുള്ള ഒരു യേശു എനിക്ക് ലഭിച്ചു. എത്ര പേർക്ക് ഈ യേശുവിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട്? കണ്ണെടുത്താണ് ഒരു നിമിഷം കണ്ണുകളുടെ ചാടല്ല പ്രിയപ്പെട്ടവർ, കണ്ണുകളുടെ ചാടല്ല പ്രിയപ്പെട്ടവർ. ഒറ്റ മിനിറ്റ് എന്റെ യേശുവിനെ കുറിച്ചുള്ള ദർശനം എനിക്ക് മാറാനുണ്ട്. പണ്ടൊക്കെ യേശു സഹായിക്കുമ്പോൾ അത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ഓടി വരുമായിരുന്നു. ഇന്ന് സഹായം കിട്ടി. ഇപ്പൊ യേശു നമ്മുടെ പടകിൽ ഇല്ലെങ്കിലും സാരമില്ല, യേശുവിനെ മൂലയ്ക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓടാനുള്ളതല്ല വിശുദ്ധ ജീവിതം. യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. ഇന്ന് രാത്രിയിൽ എത്ര പേർ പറയും, കർത്താവേ എന്റെ ചിന്താഗതിക്ക് ഒരു മാറ്റം വരട്ടെ, എന്റെ ദർശനത്തിന് ഒരു മാറ്റം വരട്ടെ, എന്റെ വെളിപ്പാടിന് ഒരു മാറ്റം വരുത്തട്ടെ. എന്റെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും, എന്റെ സമ്പത്തിനേക്കാളും, എന്റെ മക്കളെക്കാളും, എന്റെ ആരോഗ്യത്തെക്കാളും, എന്റെ എല്ലാവിധമായ ഫലത്തെക്കാളും എന്റെ യേശു എനിക്ക് വലുതാണ്. ഒരു നിമിഷം കരങ്ങളടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും അന്റെ ഭാഷയിൽ ദൈവത്തോട് പങ്കട്ടെ. അങ്ങേക്കാൾ വേറൊന്നുമില്ല. അങ്ങ് ഞങ്ങളുടെ ദൈവം, അങ്ങ് ഞങ്ങളുടെ രാജാവ്, അങ്ങ് ഞങ്ങളുടെ വിശുദ്ധൻ, അങ്ങ് ഞങ്ങളുടെ നായകൻ, അങ്ങ് ഞങ്ങളുടെ വിടുതൽ. രാത്രി യേശുവിന്റെ ബോട്ടിൽ കയറുവാൻ വന്നിട്ടുണ്ട്. അവൻ ഇടം കൊടുത്താട്ടെ, അവന്റെ ഹൃദയത്തിൽ ഇടം കൊടുത്താട്ടെ. ഇന്ന് രാത്രിയിൽ ചിലരെ ആറ്റുവാൻ, ചിലരിലേക്ക് ഒഴിപ്പിക്കുവാൻ, ചില ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ, ചില കാഴ്ചപ്പാടിനെ മാറ്റുവാൻ എന്റെ യേശു വന്നിട്ടുണ്ട്. ഒരു നിമിഷമാണ് കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ അടുത്ത് കടന്നു വരുന്നു. ഞങ്ങളെ അങ്ങാണ് വിളിച്ചതെങ്കിൽ അങ്ങേക്കാൾ അപ്പുറം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങ് മാത്രം എല്ലാമാകണമേ. ഞങ്ങളുടെ സഭയുടെ വളർച്ച, ഞങ്ങളുടെ കുടുംബത്തിന്റെ വളർച്ച ഈ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് തുടങ്ങണമേ. വീണ്ടും തുടങ്ങണമേ കർത്താവേ. പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു, എന്നാൽ ഇന്ന് കാഴ്ചപ്പാട് മാറിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുക, കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരാം. യേശു എന്നുള്ള യാഥാർത്ഥ്യത്തിനേക്കാൾ അപ്പുറമായിട്ട് എനിക്കൊന്നും വേണ്ട. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള ആഴമായ അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ പിന്നെയും മുളച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരോധമായി മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കുടുക്കിയിട്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, എല്ലാ ലോകത്തിന്റെയും മേച്ചുകളെയും, എല്ലാ ലോകത്തിന്റെയും ലോപത്തെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവസഭയുടെ തളർച്ച, ദൈവസഭയുടെ വളർച്ച എല്ലാം കർത്താവിന്റെ ഇഷ്ടം പോലെ. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇവിടെ കടന്നു വന്നവർ കർത്താവ് മറ്റുള്ളതിനെ എന്തിനേക്കാളും ആഗ്രഹിക്കുന്നതിനപ്പുറമാണ് അങ്ങേ ആഗ്രഹിച്ച് അങ്ങയെ കുറിച്ച് അറിഞ്ഞ് ഒരു ആത്മീയ ഉദ്ഘാടനത്തോടെ യാത്ര ചെയ്യുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം വിടുതൽ കൽപ്പിക്കണമേ. ഈ രാത്രിയിൽ ദൈവം ഞങ്ങളെ തൊട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ അവസരമൊരുക്കുന്ന കർത്താവിന്റെ ദാസൻ സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു. സന്തോഷമുള്ള ദൈവനെ കരപറ്റി കർത്താവിനെ സ്തോത്രം ചെയ്യാം. മനോഹരമായ അത്ഭുത വചനത്തിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനങ്ങൾ സ്വയമായോ വ്യാഖ്യാനത്താൽ വരുന്നതല്ല, ദൈവം തരുന്ന ഈ വർഷത്തെ തോതെന്ന് പറയുന്നത് അത് തന്നെ. അച്ചക്ക ക്രിസ്തുവിൽ വളരണം. വളരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവ് ആ സമയമില്ല, അക്ഷരത്തിൽ കൂടെ പറന്നു പോകും. യേശു ഉള്ളപ്പോൾ എല്ലാവർക്കും യേശുവിനോട് നടക്കാൻ ഇഷ്ടമാണ്. പത്രോസ് ഒത്തിരി ആണെന്ന് പറയുന്നല്ലേ. യേശു കൂടെ ഇല്ലാതായാലോ? ഇല്ലെന്ന് പറഞ്ഞാൽ നിന്നോട് ഉണ്ട്, പ്രത്യക്ഷമായി പത്രോസ് ആഗ്രഹിക്കുന്ന പോലെ ഇല്ലാതെ വന്നാലോ? വളർച്ചയെന്ന് പറയുമ്പോൾ അത് ആഴമേറിയതാണ്. യേശു ഉള്ളപ്പോ എല്ലാവർക്കും ആനന്ദമല്ലേ? അപ്പം തിന്നാം, ആരാധിക്കാം, ആ സമയമില്ല. പോയാൽ വളർച്ച എന്നൊരു വിഷയം പ്രിയമുള്ളവരെ ഇത്തിരി ഡീപ്പാ. പള്ളിയിൽ പോത്തോ രക്ഷിക്കപ്പെടുന്ന സ്ഥാനം. അതുകൊണ്ടാ ഈ വർഷം നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. അവൻ സ്വപ്നം ചെയ്യുന്ന കുറിവാക്യം എഫെസ്യ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം മറന്നു പോകല്ലേ. ഒപ്പം നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായം ഒന്ന് വായിച്ചു. ഒത്തിരി അടിസ്ഥാനങ്ങൾ നമുക്ക് നൽകി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അടിസ്ഥാന ഉപദേശങ്ങൾ പറയാൻ, ക്ലാസ് എടുക്കാൻ, ലെക്ചർ എടുക്കാൻ കഴിവുള്ളവരെല്ലാവരും അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടു പോകാതെ നീ അകത്തെ കഴമ്പനകത്ത് വളരണേ. ഇല്ലേല് ഈ അടിസ്ഥാനം നീ അറിവുള്ളവനായിരിക്കും, പക്ഷെ വരുമ്പം നീ എടുക്കപ്പെടത്തില്ല. ക്രിസ്തുവാകുന്ന തലയോളം വളരാനാ ഗ്രോത്ത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, നാടുകൾ. പത്രോസ് വിട്ടു, സന്തോഷമായിരുന്നു. കർത്താവോടുണ്ടല്ലോ സൗഖ്യമാക്കാൻ, കൊടുക്കാൻ, വിഷയത്തിന് പരിഹാരം വരുത്താൻ. കർത്താവ് എടുക്കപ്പെട്ടാലോ? ചിലപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് നാഥൻ മറുപടി തരാതിരുന്നാലോ? നാഥന് വേണ്ടി നിൽക്കുമോ നീ? പത്രോസ് ഉദ്ദേശിച്ചു പോയി. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ അല്ലേ? വളർച്ച വളർച്ച വളർച്ച. 3.5 വർഷം അപ്രന്റീഷിപ്പിൽ കൊണ്ട് നടന്നാലും യേശു വചനത്തോട് ചാരി ഇരുന്നാലും കാര്യമില്ല കേട്ടോ. വളരേണ്ടത് ഇന്ന് രാത്രി ഓർത്തു. ഞാൻ അതുകൂടെ ഫിൽ ചെയ്തേ ഉള്ളൂ. വളർച്ച, ക്രിസ്തുവിലെ വളർച്ച ആഴമാ പ്രിയമുള്ളവരെ. കേവലം 2 പാട്ട് പാടുന്നു, ചൊവ്വാഴ്ച പ്രാർത്ഥന വരുന്നോ പോകുന്നില്ല, അതിനുപരിയാണ് നാഥന് നോക്കാം. അതുകൊണ്ട് അവനെ തള്ളിക്കളഞ്ഞില്ല നാഥൻ. 21-ാം അധ്യായത്തിൽ ചെന്നിട്ട് ചോദിക്കുന്നു, പത്രോസേ നീ അധികമായി ഇന്ന് രാത്രി വളർച്ച സ്നേഹത്തിൽ വളരാം. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തവണ്ണം എല്ലാ നടപ്പിലും, അല്ലേ, എല്ലാ നടപ്പിലും വിശുദ്ധനാവല്ലേ. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും സമയത്ത് ഒരു ഗാനം പാടി ആരാധി വർഷം അവൻ. കാരണം ഓരോ മാസം എനിക്കറിയാം ആ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് ഓരോ മാസത്തെ ഇന്നോട് ഈ തീമിനോട് ബന്ധപ്പെട്ടായിരിക്കും ആത്മീയ വളർച്ചയെ കുറിച്ച്, ക്രിസ്തുവിലേക്കുള്ള വളർച്ചയെ കുറിച്ച്. അവൻ ജസ്റ്റ് തലക്കണല്ല, ബൈബിള് കാണാൻ പഠിക്കുന്നതിനെ കുറിച്ചല്ല. ബൈബിള് കാണാൻ പഠിക്കാൻ എളുപ്പമാ, പ്രസംഗം എളുപ്പമായി, അനേകം പ്രസംഗിക്കാനുള്ള നല്ല വചനം. പക്ഷേ ക്രിസ്തുവിനോടുള്ള വളർച്ചയോടനുബന്ധിച്ച് വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധമില്ല. കർത്താവ് പറയും, അവരെ വിളിക്കും അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. ഞാൻ ഒരു നാളും നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എന്നിട്ട് പാടാം, യേശുവെ പോലെ. പ്രിയമുള്ളവരെ, പരിശുദ്ധത്തിന്റെ കാര്യങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്ന ആണെങ്കിലും പരസ്പരം പ്ലാൻ ചെയ്തിട്ടൊന്നും എടുക്കുന്നതല്ല. ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മത്തിന്റെ ഗാനം ഞാൻ ഒരിക്കലും ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവെ നീ ഇഷ്ടമുള്ളവരെ ആയിരിക്കണം. അന്ന് പാസ്വേഡ് ഒന്നും പറഞ്ഞില്ലേ, വർഷങ്ങളുടെ തീം എന്താന്ന് പറഞ്ഞില്ല. അവൻ സകലവും ഇറ്റ് ഈസ് ദ ഇയർ ഓഫ് ഗ്രോത്ത്. കേട്ടല്ലോ, നമ്മൾ സമ്പാദിക്കുന്ന ആണെങ്കിലും നീതിയുള്ള സമ്പാദ്യമല്ലെങ്കിൽ അത് എത്ര വലിയ പാസ്വേഡ്, നീതിവിരുദ്ധമായ സമ്പാദ്യമാണ്. വളരെ പ്രാർത്ഥന എന്താണെങ്കിലും ഇന്ന് രാത്രി ദിവസം എഴുന്നേറ്റ് പറയാൻ, കർത്താവേ ഞങ്ങളെ വിളിച്ച വിശുദ്ധനായി അങ്ങേക്കുമ്പോൾ എല്ലാ നടപ്പിലും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രവൃത്തികളിൽ നീതിപ്രവൃത്തി കറവുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ന്യായപ്രമാണത്തിലെ സ്വന്തം എടുക്കാൻ നോക്കല്ലേ ഇവിടെ, അവിടെ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിനെത്തുന്ന ശബ്ദം, ആലോചന. നിങ്ങളൊരു കാര്യം ഓർക്കണം, യേശുവിനെ ഒത്തവണ യേശുവിനെ എല്ലാവരും ആ ചതിയൻ പറഞ്ഞു 3-ാം നാളത്തെയും ഈ ലോകം അവനെ ചതിയെന്ന് വിളിച്ചു, കള്ളനെ വിളിച്ചു.
നിങ്ങളെ കുറിച്ച് പലരും 100 വേണ്ടി പറയുന്നേ. അന്ന് വിഷമിക്കില്ല. യേശുവിനെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. ആ ചതിയം പറഞ്ഞു. മൂന്നാം നാൾ ഉയർത്തുന്നു. ഇന്ന് രാത്രികാലം എങ്കിലും അവന്റെ നടപ്പ് വിട്ടവൻ മാറുവാൻ കർത്താവിടെ ഈ ദിവസങ്ങളിൽ അവനോടൊപ്പം എഴുന്നേൽക്കാം.